പാലിയക്കര മേൽപ്പാലത്തിന് താഴെ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തലവണിക്കര സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ 70 വയസ്സുള്ള ചന്ദ്രനാണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് മേൽപ്പാലത്തിന്റെ തൂണിൽ ചാരിയിരിക്കുന്ന രീതിയിൽ മൃതദേഹം കണ്ടത്. തലയിൽ അടിയേറ്റ് രക്തം വാർന്ന നിലയിലാണ്. കൊലപാതകമാണെന്നാണ് സംശയം. സമീപത്ത് കിടന്നിരുന്ന കരിങ്കല്ലിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മൃതദേഹത്തിന് സമീപത്ത് ഒരു ബാഗുണ്ട്. പാലിയക്കര പ്രദേശത്തുള്ള വീടുകളിൽ സെക്യൂരിറ്റിയായി ജോലി ചെയ്യുന്ന ആളാണ് ചന്ദ്രനെന്ന് പോലീസ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സരീഷ് ചേരുന്നു. സരീഷ്, കൊലപാതകം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചോ? അതുപോലെ തന്നെ പോലീസ് നടപടികൾ പൂർത്തീകരിച്ചോ? സൂര്യ, ഇന്ന് രാവിലെയാണ് ഈ ചന്ദ്രന്റെ മൃതദേഹം മേൽപ്പാലത്തിന്റെ താഴെയുള്ള തൂണി ചാരിയിരിക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്. അവിടെയുള്ള പരിസരവാസികളാണ് അതുവഴി പോയ പരിസരവാസികളാണ് ഈ മൃതദേഹം കണ്ടത്. തുടർന്ന് പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു. ഈ മരണത്തിന്റെ കാരണം ഇതുവരെയും വ്യക്തമായിട്ടില്ല. തലക്കടിയേറ്റ് മരിച്ചതാകാമെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. അത് കൊലപാതകത്തിലേക്ക് ആണ് ഇപ്പോൾ പോലീസ് കാണുന്നത്. കാരണം തലയിൽ നിന്നും അടിയേറ്റ രീതിയിൽ രക്തം വാർന്നൊലിക്കുന്ന രീതിയിലാണ് മൃതദേഹം നിലവിലുള്ളത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഒരു 11 മണിയോട് കൂടി ഈ ഭാഗത്ത് ഇവര് ഒച്ചയും ബഹളമൊക്കെ കേട്ടിരുന്നുവെന്ന് സമീപത്തുള്ള തട്ടുകടക്കാർ പറയുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഒരാൾ ഓടിപ്പോകുന്നതായും ഈ തട്ടുകടക്കാർ കണ്ടിരുന്നു. പിന്നീട് ഇവരാരും അവിടെ ശ്രദ്ധിച്ചില്ല. ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് വർഷങ്ങളായി വീട്ടുകാരുമായി അകന്നു കഴിയുന്ന ഒരു വ്യക്തിയാണ്. ഇയാൾ മേൽപ്പാലത്തിന്റെ താഴെയാണ് കുറച്ച് നാളുകളായിട്ട് താമസിക്കുന്നത് പറയുന്നു. അതോടൊപ്പം തന്നെ പല ആളുകളും അവിടെ താമസിക്കുന്നുണ്ട്. അതിനുണ്ടായതാണോ ഈ സംഭവത്തിന് പിന്നിലെന്ന് പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും പോലീസ് CCTV ക്യാമറകളെല്ലാം പോലീസ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ഫോറൻസിക് നടപടികളൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമേ ഇത് മരണകാരണം വ്യക്തമാവുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ഫോറൻസിക് സംഘം എത്തി പരിശോധന നടത്തിയിരുന്നു. ഇനി തുടർന്ന് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സൂര്യ.